2025 നവംബർ 1 കറണ്ട് അഫയേഴ്സ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 2025 നവംബർ 1. നമുക്ക് ഓർക്കാം, കേരളപ്പിറവി ദിനത്തിൽ 2025 കേരളപ്പിറവി ദിനത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചു. അടുത്ത ഒരു പുരസ്കാരത്തിലേക്കാണ് പോകുന്നത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് അൻപ്. എന്താണ്? അൻപ്. അപ്പം ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ പദ്ധതിയാണ് അൻപ്. കേരളം പിറന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബർ 1 ആഘോഷിക്കുന്നത്? എത്രാമത്തേതാണ്? 69ാമത്തത്. 69. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൻ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ സാക്ഷരത. ദീപ്തി ബ്രെയിൻ സാക്ഷരത. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൻ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ദീപ്തി ബ്രെയിൻ സാക്ഷരത. അടുത്ത ചോദ്യത്തിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആദ്യ ദൗത്യത്തിനായി കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. അപ്പം കാർഗോ ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് എന്ന് പറയുന്നത് ജപ്പാൻ.